ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു കൊച്ചു കഥ പറയാം. മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കാരണം ജീവിതം വഴിതെറ്റിയ ഒരു കുട്ടിയുടെ കഥയാണ് ഞാനിന്നിവിടെ പറയുന്നത്. കഥയുടെ പേര് അനന്തൻ്റെ ലോകം. അനന്തൻ മിടുക്കനായ ഒരു വിദ്യാർത്ഥി. പഠനത്തിലും കളികളിലുമെല്ലാം അവൻ മുൻപന്തിയിലായിരുന്നു. കൂട്ടുകാർക്കും അധ്യാപകർക്കുമെല്ലാം അവനെ വലിയ ഇഷ്ടമായിരുന്നു. എന്നാൽ ഹൈസ്കൂളിലെത്തിയതോടെ അനന്തൻ്റെ ജീവിതം മാറിമറിഞ്ഞു. കൂട്ടുകാരുടെ നിർബന്ധം കാരണം അവനും ഒരു സ്മാർട്ട് ഫോൺ വാങ്ങി. ആദ്യമൊക്കെ പഠനത്തിനും മറ്റുമായിരുന്നു അവൻ ഫോൺ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിന്നീട് സമൂഹ മാധ്യമങ്ങളും ഓൺലൈൻ ഗെയിമുകളും അവൻ്റെ ലോകം കീഴടക്കി. പഠനത്തിൽ ശ്രദ്ധ കുറഞ്ഞു. കൂട്ടുകാരുമായുള്ള സംസാരം കുറഞ്ഞു. എപ്പോഴും ഫോണിൽ തന്നെ സമയം ചെലവഴിച്ചു. രാത്രി വൈകിയും ഗെയിം കളിച്ചിരുന്നതിനാൽ രാവിലെ എഴുന്നേൽക്കാൻ മടിയായി. ക്ലാസ്സുകളിൽ ശ്രദ്ധിക്കാതെ ഫോണിൽ കളിക്കുന്നതും ചാറ്റ് ചെയ്യുന്നതും പതിവായി. പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞു. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും ശകാരം പതിവായി. ഒരു ദിവസം രാത്രി വൈകിയും ഗെയിം കളിച്ച് ഉറങ്ങിയ അനന്തൻ രാവിലെ വൈകിയാണ് എഴുന്നേറ്റത്. ധൃതിയിൽ സ്കൂളിലേക്ക് പോകുമ്പോൾ റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ അവൻ മൊബൈലിൽ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. പെട്ടെന്നൊരു വാഹനം വരുന്നത് അവൻ കണ്ടില്ല. ശക്തമായ ഇടിയോടെ അനന്തൻ റോഡിലേക്ക് തെറിച്ചു വീണു. ആശുപത്രിയിൽ ദിവസങ്ങളോളം അബോധാവസ്ഥയിൽ കഴിഞ്ഞ അനന്തൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നെങ്കിലും അവൻ്റെ ഒരു കാൽ നഷ്ടപ്പെട്ടിരുന്നു. പഠനത്തിലും കളികളിലുമെല്ലാം മിടുക്കനായിരുന്ന അനന്തന് പിന്നീട് പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞില്ല. മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം അവൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഈ കഥയിലെ അനന്തനെ പോലെ ഇന്ന് പല കുട്ടികളും മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം മൂലം അവരുടെ ജീവിതം നശിപ്പിക്കുന്നു. മൊബൈൽ ഫോൺ ഒരു നല്ല ഉപകരണമാണെങ്കിലും അതിനൊരു പരിധി വേണം. പഠനത്തിനും കളികൾക്കും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുന്നതിനുമെല്ലാം സമയം കണ്ടെത്തണം. മൊബൈൽ ഫോണിൻ്റെ അടിമയാകാതെ അതിനെ ഒരു നല്ല സഹായിയായി ഉപയോഗിക്കുക. ഓർക്കുക, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണ്. അത് മൊബൈൽ ഫോണിൽ പാഴാക്കാതെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായി ഉപയോഗിക്കുക. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യുക. താങ്ക്